വാർത്തകൾ തുടരുന്നു. ആധ്യാത്മിക പാരമ്പര്യത്തിന്റെ വഴിയിലൂടെ മുന്നോട്ടു പോയാൽ ഭാരതം ലോകത്തിന്റെ ഗുരുവാകുമെന്ന് ബിജെപിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി നരേന്ദ്രമോദി പറഞ്ഞു. അതിനാൽ രാജ്യത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിരാശയില്ല. വള്ളിക്കാവിൽ മാതാ അമൃതാനന്ദമയിയുടെ 60ാം പിറന്നാൾ ആഘോഷ ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. यही 125 करोड़ हिंदुस्तान के हमारे भाई बहन, यही हमारी प्राकृतिक संपदा, यही हमारा सामर्थ्य, इसी के माध्यम से हम विश्व गुरु का स्थान प्राप्त कर सकते हैं. हम सदुर्द की नई ऊंचाइयों को इस भारत माता को ले जा सकते हैं. ബിജെപിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയുടെ നയം വ്യക്തം. ആധ്യാത്മിക ചരിത്രത്തിനൊപ്പം പോയാൽ ഭാരതം ലോകത്തിന്റെ ഗുരുവാകുമെന്ന വിവേകാനന്ദന്റെ വാക്കുകൾ തെറ്റില്ലെന്ന് മോദി ഉറപ്പിക്കുന്നു. മാതാ അമൃതാനന്ദമയിയുടെ 60ാം പിറന്നാൾ ആഘോഷമല്ല, ഭാവി ഭാരതത്തിന്റെ തറക്കല്ലിടലാണ് നടന്നതെന്നും മോദി കൂട്ടിച്ചേർത്തു. സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങളാണ് അമൃതാനന്ദമയി മഠം ചെയ്യുന്നത്. അമൃത വികസിപ്പിച്ചെടുത്ത നൂതന സാങ്കേതിക വിദ്യകളുടെ പ്രാഥമിക രൂപങ്ങൾ അദ്ദേഹം പുറത്തിറക്കി. മലയാളത്തിലായിരുന്നു മോദിയുടെ പ്രസംഗത്തിന്റെ ആദ്യ വാക്യങ്ങൾ. അമ്മയുടെ കാലഘട്ടശില ജീവിച്ചു അവരുടെ ആശീർവാദം ഏറ്റുവാങ്ങാൻ സാധിച്ച നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണ്. ചടങ്ങിൽ അമൃത യൂണിവേഴ്സിറ്റിയുടെ ആത്മീയ പഠന കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു. 60ാം പിറന്നാൾ ആഘോഷിക്കുന്ന മാതാ അമൃതാനന്ദമയിക്ക് ചടങ്ങിൽ പങ്കെടുത്ത പ്രമുഖർ ഹാരാർപ്പണം നടത്തി. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊല്ലം.